ഹായ് ഫ്രണ്ട്സ്, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ഇന്നൊരു ഹൈദരാബാദി സ്റ്റൈൽ ബിരിയാണി ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ നമുക്കതിനായി ആദ്യം ചോറ് വേവിച്ചെടുക്കണം. ഞാൻ പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് അത് തിളച്ച് കഴിഞ്ഞപ്പോൾ 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചേക്കുന്നത്. അത് നമ്മുടെ അരി ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാനാണ് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുന്നത്. ചോറിന് ആവശ്യമായ ഉപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട്. ആ വെള്ളത്തിലോട്ട് നമുക്ക് ഒരു 5ഓളം ബേ ലീഫ്, ഒരു 10 ഏലക്ക, ഒരു 2 അല്ലി ജാതിപത്രി, കരയാമ്പൂ ഒരു 10 എണ്ണം, ഒരു പട്ട ഒരു 3 കഷ്ണം, 1 ടീസ്പൂൺ കുരുമുളക്, വലിയ ജീരകം 1 ടീസ്പൂൺ. ഇതിലോട്ട് നമുക്ക് അരി ഇടണം. ഇതിനു വേണ്ടി ഞാൻ ബസ്മതി റൈസാണ് എടുത്തേക്കുന്നത്. 1 കിലോ ബസ്മതി റൈസ് അരമണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചിട്ട് അത് ഊറ്റിയെടുത്ത് വെച്ചിരിക്കുന്ന ബസ്മതി റൈസാണിത്. അത് നമുക്ക് അതിലോട്ട് ഇടാം. പകുതി വേവിച്ചാണ് നമ്മൾ ഈ ചോറ് എടുക്കുന്നത്. ഒരു 5 മിനിറ്റ് മതിയാവും നമ്മൾക്ക് ഈ അരി വേവാനായിട്ട്. അരി വെന്ത് കഴിഞ്ഞു, നമ്മൾക്ക് ആവശ്യത്തിനുള്ള വേവായിട്ടുണ്ട്. അത് നമ്മൾക്ക് ഒരു പാത്രത്തിലോട്ട് എടുത്തു വയ്ക്കാം. ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തേക്കുന്നത്. അതിലോട്ട് 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചത്, 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, 4 പച്ചമുളക് ചതച്ചത്, മല്ലിയില കുറച്ച്, ഇതെല്ലാം കൂടി ഇട്ട് വഴറ്റുക. കുറച്ച് നേരം വഴറ്റിയാൽ മതിയാവും. എന്നിട്ട് നമുക്കിതിലേക്ക് ഒരു 3 തക്കാളി ഇടണം. തക്കാളി കുറച്ച് വഴറ്റിയിട്ട് ഇതിലോട്ട് നമുക്ക് 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. അതൊന്ന് വഴറ്റിയിട്ട് നമ്മൾക്ക് 1.5 ടീസ്പൂൺ ഗരം മസാലയാണ് ഞാൻ ഇട്ടേക്കുന്നത്. നല്ലതുപോലെ യോജിപ്പിച്ച് ഒരു കപ്പ് തൈരാണ് ഞാൻ എടുത്തേക്കുന്നത്. അത് നമുക്കതിലോട്ട് ഒഴിക്കാം. കുറച്ച് നേരം ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനാണ്, 1 ചിക്കനാണ് ഞാൻ എടുത്തേക്കുന്നത്. അത് നമുക്കതിലോട്ട് ഇടാം. എന്നിട്ട് 1 കപ്പ് വെള്ളം ഒഴിക്കുക. ആവശ്യത്തിന് ഉപ്പും ഇടണം. ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഒഴിക്കണം. നല്ലതുപോലെ ഇളക്കുക. ഇളക്കി യോജിപ്പിച്ച് ഒരു 5 മിനിറ്റ് നമ്മൾക്ക് മൂടി വെച്ച് വേവിക്കാം. നമ്മൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾക്ക് ഇതിൽ നിന്ന് കുറച്ച് വെള്ളം മാറ്റണം. എന്നിട്ട് നമ്മൾക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് ചിക്കനിലോട്ട് ഇടാം. ഒരു പകുതി ചോറ് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ആ വെള്ളം അതിലോട്ട് ഒഴിക്കുക. എന്നിട്ട് ബാക്കിയുള്ള ചോറും കൂടി അതിലോട്ട് ഇടുക. ഇനി നമുക്ക് അതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂണോളം റോസ് വാട്ടറാണ് ഒഴിച്ചേക്കുന്നത്. അത് നല്ല മണമൊക്കെ കിട്ടാനാണ് നമ്മൾ ഒഴിക്കുന്നത്. പിന്നെ ഇനി അതിലോട്ട് നമ്മൾക്ക് ഒരു 100 ഗ്രാം ഡാൽഡ ഒഴിച്ചു കൊടുക്കണം. ഇത് ഞാൻ സവാള നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുവാണ്. ഒരു 3 സവാള ഉണ്ട്. ഇത് നമ്മൾക്ക് ഫ്രൈ ചെയ്തത് ഗാർണിഷ് ചെയ്യാനായിട്ട് മേളിലോട്ട് ഇട്ട് കൊടുക്കുക. കുറച്ച് മല്ലിയിലയും കൂടി തൂക്കി കൊടുക്കാം നമുക്ക്. എന്നിട്ട് നമുക്ക് ഒരു അരമണിക്കൂർ മൂടി വേവിക്കണം. ലോ ഫ്ലെയിമിൽ ഇട്ടേ വേവിക്കാവുള്ളൂ. അതിൻ്റെ മീതയിൽ കുറച്ച് വെള്ളവും കൂടി എടുത്ത് വെക്കണം. അതൊന്ന് ദം ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ പാത്രം വെള്ളം മുകളിലോട്ട് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞ് നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നമ്മൾക്കിത് ഒരു സർവിങ് ബൗളിലോട്ട് മാറ്റാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണിയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് കമൻറ്റ് ചെയ്യണം. ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യുക. എല്ലാവർക്കും താങ്ക് യു.